ഹലോ സ്റ്റുഡൻസ്, ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കഥയുമായാണ്. 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ഠാക്കൂർ കാ കുവാം എന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. जोगू ने लोटा मुँह से लगाया तो पानी में सख्त बदबू आई. ജോഗു പാത്രം വായിലേക്ക് കൊണ്ടുപോയപ്പോൾ വെള്ളത്തിന് അതിയായ ദുർഗന്ധം. ഗംഗീസെ ബോല, അയാൾ ഗംഗിയോട് പറഞ്ഞു. യേ കൈസാ പാനി ഹേ, മാരെ ബാസ് കെ പിയാ നഹി ജാത്ത, ഗലാ സൂഖാ ജാ രഹാ ഹേ ഔർ തു സടാ പാനി പിലായ ദേത്തി ഹേ. ഇതെന്ത് വെള്ളമാണ്? എനിക്ക് തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുന്നു, നീ ഈ ചീത്ത വെള്ളമാണോ കുടിക്കാൻ തന്നത്? गंगी प्रतिदिन शाम पानी भर लिया करती थी. कुआं दूर था, बार बार जाना मुश्किल था. कल वह पानी लाई तो उसमें भू बिल्कुल न थी. आज पानी बदबू कैसी. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം കൊണ്ടുവരാറുണ്ടായിരുന്നു. കിണർ വളരെ ദൂരെയായിരുന്നു, ഇടക്കിടക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഇന്നെങ്ങനെയാണ് ഈ ദുർഗന്ധം വന്നത്? ലോട്ടാ നാക്ക് സേ ലഗായ തോ സച്മുച്ച് ബദ്ബൂ थी. जरूर कोई जानवर कुएं में गिरकर मर गया होगा, मगर दूसरा पानी आवे कहाँ से. അവൾ ജോഗുവിൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി മണത്തു നോക്കി. അതിൽ ദുർഗന്ധമുണ്ടായിരുന്നു. തീർച്ചയായും ഏതോ ഒരു മൃഗം കിണറ്റിൽ വീണ് മരിച്ചതായിരിക്കും. പക്ഷേ വേറെ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? ഠാക്കൂറിൻ്റെ കിണറിൽ വെള്ളം കോരാൻ ചെന്നാൽ ദൂരെ നിന്നേ ആളുകൾ വഴക്ക് പറയാൻ തുടങ്ങും. പിന്നെ മറ്റൊരു കിണറുള്ളത് സാഹുവിൻ്റെതാണ്. ആ സാഹുവിൻ്റെ കിണറിൽ വെള്ളം കോരാൻ സമ്മതിക്കില്ല. മറ്റൊരു കിണർ ആ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. ക്ലിയർ അല്ലേ? जोगू कई दिन से बीमार है. कुछ देर तक तो प्यास रुके चुप पड़ा रहा, फिर बोला. ജോഗു കുറേ ദിവസമായി അസുഖബാധിതനാണ്. കുറേ സമയം അയാൾ പ്യാസ് ദാഹം സഹിച്ചു നിന്നു. പിന്നീട് ഗംഗയോട് പറഞ്ഞു. अब तो मेरे प्यास के रहा नहीं जाता, ला थोड़ा पानी नाक बंद करके पी लूँ. കുറച്ചു നേരം ദാഹം സഹിച്ചു നിന്ന് അവസാനം അയാൾ ഗംഗയോട് പറഞ്ഞു. എന്നെക്കൊണ്ട് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല, നീ ആ വെള്ളം ഇങ്ങെടുത്ത് കൊണ്ടുവരൂ. മൂക്ക് പൊത്തിപ്പിടിച്ചെങ്കിലും അല്പം വെള്ളം കുടിക്കട്ടെ. എന്തിനാണ് മൂക്ക് പൊത്തിപ്പിടിക്കുന്നത്? ആ വെള്ളത്തിൽ കടുത്ത ദുർഗന്ധമുണ്ടായിരുന്നു. കിണറ്റിൽ ഏതോ ജീവി വീണ് ചത്തതുകൊണ്ട് ആ വെള്ളത്തിൽ ശക്തിയായ ദുർഗന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂക്ക് പൊത്തിപ്പിടിച്ചെങ്കിലും കുടിക്കട്ടെ എന്ന് ജോഗു പറഞ്ഞത്. മനസ്സിലായോ? गंगी ने पानी न दिया. खराब पानी से बीमारी बढ़ जाएगी इतना जानती थी, परंतु यह न जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती है. ഉബാൽ ദേന, തിളപ്പിക്കുക. ഗംഗി ആ വെള്ളം ഭർത്താവിന് കൊടുത്തില്ല. ചീത്ത വെള്ളം കുടിച്ചാൽ അസുഖം വർദ്ധിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾക്ക് ആ വെള്ളം തിളപ്പിച്ചാൽ അതിലെ മാലിന്യം നീങ്ങുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. കാരണം അവർ നിരക്ഷരയായിരുന്നു. ബോലി, യേ പാനി കൈസേ പിയോഗേ, ന ജാനെ കോൻ ജാൻവർ മരാ ഹേ, കുയം സെ മേ ദൂസറാ പാനി ലായ ദേത്തി ഹും. ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കുക? ഏത് ജീവിയാണ് മരിച്ചതെന്ന് ആര് കണ്ടു? ഞാൻ കിണറ്റിൽ പോയിട്ട് വെള്ളം കോരി തരാം എന്ന് അവൾ പറഞ്ഞു. ജോഗുവിനെ ആശ്ചര്യസെ ഉസ്കി ഓർ ദേക്ക, പാനി കഹാം സെ ലായേഗി. ജോഗു അവളെ ആശ്ചര്യത്തോടെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇനി എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരിക? ഠാക്കൂർ ഔർ സാഹു കെ ദോ കുएं तो है, ക്യാ ഏക് ലോട്ടാ പാനി ന ഭർനെ ദേംഗെ. അവൾ പറഞ്ഞു, ഠാക്കൂറിൻ്റെയും സാഹുവിൻ്റെയും 2 കിണറുകളില്ലേ, ഒരു പാത്രം വെള്ളം അതിൽ നിന്ന് എടുത്തുക്കാൻ പറ്റില്ലേ? കയ്യും കാലും തല്ലി ഒളിപ്പിക്കുന്നിൻ്റെ, മിണ്ടാതൊരിടത്തിരിക്കുക. പാവപ്പെട്ടവൻ്റെ വേദന ആരാണ് മനസ്സിലാക്കുക? നമ്മൾ മരിച്ചാൽ പോലും ഇവരൊന്നും നമ്മുടെ വീട്ടുവാതിക്കൽ എത്തി നോക്കുക കൂടിയില്ല. സഹായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത്തരം ആളുകൾ നമ്മളെ വെള്ളം എടുക്കാൻ സമ്മതിക്കുമോ? ജോഗു ചോദിച്ചു.
इन शब्दों में कड़वा सत्य था। गंगी क्या जवाब देती, किंतु उसने वह बदबूदार पानी पीने को न दिया. ഈ വാക്കുകളിൽ കടുത്ത സത്യമുണ്ടായിരുന്നു. ഗംഗി എന്താണ് മറുപടി പറയുക? പക്ഷേ അവൾ ആ ചീത്തവെള്ളം ഭർത്താവിന് കുടിക്കാൻ കൊടുത്തില്ല. ക്ലിയർ ആണോ? रात के 9 बजे थे. थके मांदे मजदूर तो सो चुके थे. ठाकुर के दरवाजे पर 10-5 बेफिक्र समा थे. बेफिक्र ചിന്തയില്ലാതെ. സമയം രാത്രി 9 മണി. ക്ഷീണിച്ച് തളർന്ന തൊഴിലാളികൾ ഉറങ്ങിക്കഴിഞ്ഞു. ഠാക്കൂറിൻ്റെ വീട്ടുവരാന്തയിൽ 5-10 പേർ യാതൊരു ചിന്തയുമില്ലാതെ ഒത്തുകൂടിയിരിക്കുന്നു. मैदानी बहादुरी का तो अब न समाना रहा है न मौका. കാനൂനി ബഹാദുരി കി ബാത്തേം ഹോ രഹി ഥി. പണ്ട് ഉയർന്ന ജാതിക്കാർ അവരുടെ സമ്പത്തിൻ്റെ ബലത്തിലാണ് കാര്യങ്ങൾ നേടിയിരുന്നത്. എന്നാൽ ഇന്ന് ആ കാലം കഴിഞ്ഞു. ഇന്നവർ ഉന്നതോദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുകയും നിയമത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്യുന്നു. അതാണ് ആ വാക്കുകളുടെ അർത്ഥം. കിത്നി ഹോഷിയാരി സെ ഠാക്കൂറിനെ थानेदार को एक खास मुकदमे में रिश्वत दी और साफ निकल गए. എത്ര സമർത്ഥമായാണ് थानेदार ഇൻസ്പെക്ടർക്ക് ഒരു പ്രമാദമായ കേസിൽ കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെട്ടത്. കിത്നി അക്കൽമന്ദി സെ ഏക് മാർക്ക് കെ മുഖദമേ കി നക്കൽ ലേ ആയേ. എത്ര സാമർഥ്യത്തോടെയാണ് ഒരു കേസിൻ്റെ കോപ്പി എടുത്തു കൊണ്ടുവന്നത്. नासिर और मोहतिम. नासिर सुपरवाइज़र, मोहतिम मैनेजर. नासिर और मोहतिम सभी कहते थे नकल नहीं मिलती. സൂപ്പർവൈസറും മാനേജറും എല്ലാവരും പറഞ്ഞു കോപ്പി ഒരിക്കലും കിട്ടില്ല എന്ന്. കൊയ് 50 മാങ്ത, കൊയ് 100. ചിലർ 50 രൂപ ചോദിച്ചു, ചിലർ 100 രൂപ ചോദിച്ചു. യഹാം ബേ പൈസേ കൗടി നിക്കൽ ഉടാതി. ഇവിടെ ഒരു പൈസയും ചിലവാക്കാതെ ആ കോപ്പി കൊണ്ടുവന്നു. കാം കർണേക്കാ ഠങ്ക് ചാഹിയേ. ജോലി ചെയ്യാൻ സാമർഥ്യം വേണം. ഇസി സമയ ഗംഗി കുയം സെ പാനി ലേനെ പഹുഞ്ചി. ഈ സമയത്താണ് ഗംഗി വെള്ളമെടുക്കാനായി വന്നത്. കുപ്പി കി ധുന്ദലി രോഷ്നി കുയം പർ ആ രഹി തി. കുപ്പി ചെറിയ വിളക്ക്, ധുന്ദലി രോഷ്നി മങ്ങിയ പ്രകാശം. കുപ്പി കി ധുന്ദലി രോഷ്നി കുയം പർ ആ രഹി തി. ചെറിയ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശം കിണറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഗംഗി ജഗത് കി ആട് മേ ബൈഠി മൗക്കെ കാ ഇന്തസാർ കർണേ ലഗി. ഗംഗി കിണറിൻ്റെ ഭിത്തിയുടെ മറവിൽ അവസരവും കാത്തിരുന്നു. ഇസ് കുയം കാ പാനി സാരാ ഗാവ് പീത്താ ഹെ. കിസി കെ ലിയെ രോക്ക് നഹി. സിർഫ് യേ ബദ്നസീബ് നഹീം ഭർ സക്തേ. അപ്പോൾ ഗംഗി ചിന്തിച്ചു, ഈ കിണറിലെ വെള്ളമാണ് ഗ്രാമത്തിലെല്ലാവരും കുടിക്കാനെടുക്കുന്നത്. ആർക്കും യാതൊരു വിലക്കുമില്ല. പക്ഷേ ഈ ഭാഗ്യഹീനർക്ക് മാത്രം ഇവിടെ നിന്ന് വെള്ളം കോരാൻ അവകാശമില്ല. गंगी का विद्रोही दिल रिवासी पाबंदियों और मजबूरियों पर चोड़े करने लगा. ഗംഗിയുടെ മനസ്സിൽ വിപ്ലവ ചിന്തകൾ ഉണരുകയാണ്. നിലവിലെ വ്യവസ്ഥയോടും നിയമങ്ങളോടുമുള്ള പ്രതിഷേധം അവരുടെ മനസ്സിൽ ഉണർന്നു. ഹം ക്യോം നീജ് ഹേ और ये लोग ക്യോം ഊഞ്ച് ഹേ. ഞങ്ങളെന്താണ് താഴ്ന്നവരായത്, ഇവരെന്താണ് ഉയർന്നവരായത്. इसलिए कि ये लोग गले में ताग डाल लेते हैं. അവരുടെ കഴുത്തിൽ ചരടുള്ളത് കൊണ്ടാണോ അവർ ഉയർന്നത്. യഹാം തോ ജിത്നെ ഹേ ഏക് സെ ഏക് ഛണ്ടേ ഹേ. ഇവിടെ എത്ര പേരുണ്ട്, എത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ചൊരി ഏ കരേ ജാൽ ഫരേബ് ഏ കരേ. ചൊരി ഏ കരേ, എല്ലാ കളവും ഇവരാണ് ചെയ്യുന്നത്, ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്നവർ. ജാൽ ഫരേബ് ഏ കരേ. ജാൽ ഫരേബ് ചതി അല്ലെങ്കിൽ വഞ്ചന. ചതിയും വഞ്ചനയൊക്കെ ഇവരാണ് ചെയ്യുന്നത്. ഛൂട്ടേ മുഗ്ധമേ ഏ കരേ. കള്ളക്കേസ് നടത്തുന്നത് ഇവരാണ്. अभी इस ठाकुर ने तो उस दिन बेचारे गडरिए की भेड़ चुरा ली थी और बाद में मारकर खा गया. ഈ ജന്മി ആ ദിവസം അന്നൊരിക്കൽ പാവം ആട്ടിടയൻ്റെ ചെമ്മരിയാടിനെ കട്ടെടുത്തു, പിന്നീട് കൊന്നു തിന്നുകയും ചെയ്തു. ഇനി പണ്ഡിത് കെ ഗർമേത്തോ 12 മാസ് ജുവാ ഹോത്താ ഹേ. ഈ പുരോഹിതൻ്റെ വീട്ടിൽ 12 മാസവും ചൂതാട്ടമാണ് നടക്കുന്നത്. ജുവ ചൂതാട്ടം, പണം വെച്ചിട്ടുള്ള ചൂതാട്ടം. ഈ പുരോഹിതൻ്റെ വീട്ടിൽ 12 മാസവും പണം വെച്ചുള്ള ചൂതാട്ടമാണ് നടക്കുന്നത്. യഹി സാഹുജി തോ ഘീ മേ തേൽ മിലാക്കർ ബേത്തെ ഹേ. ഈ കച്ചവടക്കാരനാണ് നെയ്യിൽ എണ്ണ കലർത്തി വിൽക്കുന്നത്. കാം കരാ ലേത്തെ ഹേ മസൂരി ദേത്തെ നാനി ഭർത്തി ഹേ.
किस किस बात में हम उस ऊंचे हैं, हमसे ऊंचे हैं, हम ഗലി ഗലി ചില്ലാത്തെ നഹി ഹം ഊഞ്ചേ ഹേ ഹം ഊഞ്ചേ. ഏത് കാര്യത്തിലാണ് ഇവർ ഞങ്ങളെക്കാൾ ഉയർന്നവരാകുന്നത്? ഞങ്ങൾ തെരുവുകൾ തോറും പറഞ്ഞു നടക്കുന്നില്ല ഞങ്ങൾ ഉയർന്നവരാണ്, ഞങ്ങൾ ഉയർന്നവരാണെന്ന്. കബി ഗാവ് മേ ആ ജാതി ഹൂം തോ രസ്ബരി ആങ്ക് സെ ദേഖനെ ലഗ്തേ ഹേ. ഇനി ഇവരെങ്ങാൻ ഗ്രാമത്തിലേക്ക് വന്നാൽ വല്ലാത്തൊരു നോട്ടമാണ് നോക്കുക. ജൈസെ സബ്കി ഛാത്തി പർ സാം ലോട്ട്നെ ലഗ്താ ഹേ പരന്തു ഖമണ്ട് ഏക്കി ഹം ഊഞ്ചേ ഹേ. ഇവരുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ സംസ്കാരം. എന്നിട്ടും പറയുക ഞങ്ങൾ ഉയർന്നവരാണെന്ന്. ഗംഗയുടെ മനസ്സിൽ ഇത്തരം ചിന്തകളാണ് അപ്പോൾ ഉണരുന്നത്. കുയേം പർ കിസി കെ ആനെ കി ആഹഡ് ഹുയി. ആഹഡ് ശബ്ദം. കിണറിനടുത്തേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടു. ഗംഗി കി ഛാത്തി തക് തക് കർണേ ലഗി. ഗംഗയുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. കഹിം ദേഖിലെ തോ ഗജബ് ഹോ ജായി. ആരെങ്കിലും കണ്ടാൽ വലിയ അപകടമാണ്. ഏക് ലാത് ബി തോ നീച്ചേ ന പടേ. ഒരു തൊഴി പോലും താഴേക്ക് പോകില്ല. उसने गड़ा और रस्सी उड़ा ली और छुपकर चलती हुई एक वृक्ष के अंधेरे साये में जा गड़ी हुई. അവൾ ആ വെള്ളം കോരാനുള്ള ബക്കറ്റും കയറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അടുത്തുള്ളൊരു വൃക്ഷത്തിൻ്റെ ഇരുട്ടിൻ്റെ മറവിലേക്ക് മാറി നിന്നു. കബിൻ ലോകം കോ ദയാതി ഹേ കിസി പർ. ഈ മനുഷ്യർക്ക് എപ്പോഴാണ് ആളുകളോട് ദയ തോന്നുക? ബേച്ചാരെ മഹങ്കു കോ ഇത്തന മാരാക്കി മഹീനോ ലഹു തൂങ്താ രഹ. ലഹു തൂങ്ന രക്തം തുപ്പുക. ആ പാവം മഹങ്കുവിനെ എത്രയാണ് ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. ആ പാവം രക്തം തുപ്പുന്ന അവസ്ഥയിൽ വരെ എത്തി. ഇസിലിയെ തോക്കി ഉസ്നെ ബേഗാർ നദി ഥി. ഇസ് പർ യേ ലോക് ഊഞ്ചെ ബൻതേ ഹെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ ഉയർന്ന ജാതിക്കാർ? കുവേം പർ ശ്രീയാം പാനി ബർ ആയി ഥി. ഇൻമേ ബാത്തേ ഹോ രഹി ഥി. അപ്പോൾ ആ കിണറിനടുത്തേക്ക് ജന്മിയുടെ വീട്ടിലെ സ്ത്രീകൾ വെള്ളമെടുക്കാൻ വരികയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നു. ഖാനാ ഖാനെ ചലെ അവർ ഹുക്കും ഹുവാ കി താസാ പാനി ഭർലാവോ ഘടേ കെ ലിയെ പൈസ നഹീം ഹെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും വെള്ളം കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. ഹം ലോഗോം കോ ആരാം സെ ബൈഠെ ദേക്കർ ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹെ. നമ്മൾ സ്ത്രീകൾ അല്പം വിശ്രമിക്കുന്നത് കണ്ടാൽ ഈ പുരുഷന്മാർക്ക് അസൂയയാണ്. हाँ ये तो ना हुआ कि कलसिया उड़ाकर बरलाते बस हुकुम चला दिया कि ताज़ा पानी लाओ. കുറച്ച് വെള്ളം എടുത്തുകൊണ്ടൊന്ന് കുടിച്ചാൽ എന്താ അവർക്ക്? അപ്പോഴേക്കും ആജ്ഞാപിക്കും വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ജയ്സേ ഹം ലോണ്ടിയാം ഹി തോ ഹേ. ലോണ്ടിയാം വേലക്കാരി. നമ്മൾ വേലക്കാരികളാണെന്നാണ് ഇവരുടെ വിചാരം. അപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നു, ലോണ്ടിയാ നഹി തോ और क्या हो तुम रोटी कपड़ा नहीं पाती 10-5 रुपये भी छीन छपड़ कर लेती हो और ലോണ്ടിയം കൈസേ ഹോത്തി ഹേ. നീ വേലക്കാരിയല്ലെങ്കിൽ പിന്നെ ആരാണ്? നിനക്ക് വസ്ത്രം കിട്ടുന്നില്ലേ, ഭക്ഷണം കിട്ടുന്നില്ലേ, 5-10 രൂപ നിനക്ക് കിട്ടുന്നില്ലേ? പിന്നെ വേലക്കാരികൾ എങ്ങനെയാണ് ആവുക? വേലക്കാരികൾ അല്ലാതാവുക എങ്ങനെ? വസ്ത്രവും ഭക്ഷണവും 5-10 രൂപയും നിനക്ക് കിട്ടുന്നില്ലേ? നീ വേലക്കാരി തന്നെയല്ലേ? मत ले जाओ दीदी, छिन भर आराम करने के जी तरस कर रह जाता है. जी तरसന അതിയായി ആഗ്രഹിക്കുക. കളിയാക്കാതെ ചേച്ചി, അല്പം വിശ്രമിക്കാൻ മനസ്സ് അതിയായി ആഗ്രഹിക്കുന്നു. ഇത്തന കാം കിസി ദൂസരെ കെ ഘർ കർ ദേത്തി തോ ഇസേ കഹീം ആരാം സേ രഹത്തി. വേറെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ജോലി ചെയ്തു കൊടുത്താൽ ഇതിലും നമുക്ക് സുഖമായിരിക്കും. ऊपर से वह एहसान मानता यहाँ काम करते करते मर जाओ पर किसी का मुँह ही सीधा नहीं होता. ഇവിടെ എത്ര ജോലി ചെയ്ത് കൊടുത്താലും ആരും ഒരു നല്ല വാക്ക് പോലും പറയില്ല. ഇത് ജന്മിയുടെ വീട്ടിലെ സ്ത്രീകൾ പറയുന്നതാണ്. ഓക്കെ. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई. അങ്ങനെ ആ രണ്ട് സ്ത്രീകളും വെള്ളവുമെടുത്ത് പോയപ്പോൾ ഗംഗി മരത്തിൻ്റെ മറവിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്നു. എന്നിട്ട് കിണർബത്തിയുടെ അടുത്തേക്ക് വന്നു. ബേഫിക്ർ ചലേ ഗയേ थे. ठाकुर भी दरवाज़ा बंद कर अंदर आंगन में सोने जा रहे थे. ठाकुर വാതിലടച്ച് ഉറങ്ങാൻ വേണ്ടി പോയി. ഗംഗീനെ ക്ഷണിക് സുക്കി സാസ്ലി. ഗംഗി ഒരാശ്വാസ നിശ്വാസം ഉതിർത്തു. കിസി തര മൈതാൻ തോ സാഫ് ഹുവ. അങ്ങനെ
വെള്ളമെടുക്കാൻ പറ്റിയ അവസരം വന്നിരിക്കുകയാണ്. अमृत चुरा लाने के लिए जो राजकुमार किसी ज़माने में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो. അമൃതെടുക്കാൻ വേണ്ടി പോലും ഏതോ കാലഘട്ടത്തിലെ രാജകുമാരൻ ഇത്ര സൂക്ഷ്മമായി ഇത്ര ശ്രദ്ധയോടെ പോയിട്ടുണ്ടാവില്ല. ഗംഗി ദബേ പാവ് കുയേം കി ജഗത് പർ ചടി വിജയ് കാ ഐസാ അനുഭവ് ഉസേ പഹ്ലേ ന ഹുവാ ഥാ. ഗംഗി പതിഞ്ഞ കാൽവെപ്പോടെ കിണറിനടുത്തേക്ക് ചെന്നു. വിജയത്തിൻ്റെ ഇത്തരമൊരു അനുഭവം അവൾക്ക് ഇതേവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഉസ്നെ രസി കാ ഫംദ ഖഡേ മേ ഡാല. അവൾ കയർ വെള്ളം കോരാനുള്ള ബക്കറ്റിൽ കെട്ടി. ദായേം ബായേം ചൗക്കനി ദൃഷ്ടിച്ച് ദേക്ക. ഇടത്തും വലത്തും ഭയപ്പാടോടെ നോക്കി. ജൈസെ കോയി സിപ്പാഹി രാത് കോ ശത്രു കെ കിലേ മേ സുരാക്കർ രഹാ ഹോ. സുരാക്കർണ ദ്വാരമുണ്ടാക്കുക. ശത്രുവിൻ്റെ കോട്ടയിൽ ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പട്ടാളക്കാരനെ പോലെയാണ് അവൾ ഭയപ്പാടോടെ ഇടത്തും വലത്തോട്ടും നോക്കിയത്. അഗർ ഈ സമയ വ പകട് ലീ ഗയി തോ ഫിർ ഉസ്കെ ലിയെ മാഫിയ റിയാസ് കി രതീബർ ഉമ്മീദ് നഹി. ഈ സമയം അവൾ പിടിക്കപ്പെട്ടാൽ അവൾക്ക് മാപ്പ് കിട്ടുക എന്നുള്ളത് പ്രശ്നമേ ഉദിക്കുന്നില്ല. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തോടെ അവൾ ചുറ്റും നോക്കി. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और घड़ा कुएं में डाल दिया. അവസാനം സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉസ്നെ കലേജ മസ്ബൂത്ത് കിയ. കലേജ മസ്ബൂത്ത് കർണ ധൈര്യം സംഭരിക്കുക. അവൾ ധൈര്യം സംഭരിച്ചു. അവർ ഘട കുയേം മേ ഡാൽ ദിയ. എന്നിട്ട് വെള്ളം കോരാനുള്ള ബക്കറ്റ് പതുക്കെ കിണറിലേക്ക് ഇറക്കി. ഘടനെ പാനി മേ ഗോത്ത ലഗായ ബഹുത് ഈ ആഹിസ്സ. ആഹിസ്സ സ്ലോലി പതുക്കെ. ജറാബി ആവാസ് ന ഹുയി. അവൾ ബക്കറ്റ് കിണറിലേക്ക് ഇറക്കി വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ. ഗംഗീനെ ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ. അവൾ ശക്തിയായി കയർ 2-4 പ്രാവശ്യം വലിച്ചു. ഘട കുയേം കെ മൂവ് തക് ആ പഹുഞ്ച. ആ ബക്കറ്റ് കിണറിൻ്റെ മുകളറ്റം വരെ എത്തി. കൊയ് ബഡാ സെസോർ പഹൽവാൻ ബി ഇത്തനി തേസി സെ ന ഖീൻ സക്താ ഥാ. ശക്തനായൊരു ഗുസ്തിക്കാരന് പോലും ഇത്ര ശക്തിയോടെ വലിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഭയത്തോടെയായിരിക്കും ഗംഗി ഈ വെള്ളം കോരിയത്. അതുകൊണ്ടാണ് ശക്തനായ ഒരു ഫയൽവാൻ പോലും ഇത്ര സ്പീഡിൽ വെള്ളം കോരിയിട്ടുണ്ടാവില്ല, വലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. गंगी झुकी कि घड़े को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाज़ा खुल गया. ഗംഗി കുനിഞ്ഞ് ബക്കറ്റ് വെള്ളവും കൂടി എടുക്കാൻ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഷേർക്കാ മോഹ് ഇസ്സെ അധിക് ഭയാനക ന ഹോഗ. ഒരു സിംഹത്തിൻ്റെ വായ പോലും ഇത്ര ഭയാനകമായിട്ടുണ്ടാവുമായിരിക്കില്ല. ഗംഗിക്ക് ഹാത്ത് രസി ഛൂട്ട് ഗയി. ഗംഗയുടെ കയ്യിൽ നിന്നും കയർ വഴുതിപ്പോയി. रस्सी के साथ खड़ा खड़ाम से पानी में गिरा और कई क्षण तक पानी में हिलकोरे की आवाज़ सुनाई देती रही. ആ ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. കയറിനൊപ്പം ബക്കറ്റും വെള്ളവും കിണറ്റിലേക്ക് ശക്തമായ ഒച്ചയോടെ വീണു. ठाकुर कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കിണറിനടുത്തേക്ക് നടന്നു വന്നതും ഗംഗി കിണറിൻ്റെ തറയിൽ നിന്നും ചാടി ഓടിപ്പോയതും ഒന്നിച്ചായിരുന്നു. घर पहुँच कर देखा कि जोगू लोटा मुँह से लगाए वही मैला गंदा पानी पी रहा है. അങ്ങനെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് വീടിൻ്റെ വാതിൽ തുറന്നു നോക്കിയ ഗംഗി കണ്ടത് ഏതോ ജീവി വീണ് ചത്ത ആ ചീത്തവെള്ളം തൻ്റെ ഭർത്താവ് കുടിക്കുന്ന നടുക്കുന്ന കാഴ്ചയായിരുന്നു. ഓക്കെ സ്റ്റുഡൻസ്, പ്രേംചന്ദ്ജിയുടെ ഠാക്കൂർ കാ കുവാം എന്ന അതിമനോഹരമായ കഥയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. सबको धन्यवाद.